നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ആന്റണിയെ അടിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ രേവതി പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോയി കഴിയുമ്പോൾ സച്ചി ആകെപ്പാടെ വല്ലാത്തൊരു അന്താളിപ്പ് നിൽക്കുകയാണ്. സച്ചിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ആന്റണിക്ക് നല്ല ദേഷ്യവും സങ്കടമായിരുന്നു. ആന്റണി തന്റെ കൂട്ടാളികളോട് പറഞ്ഞു, അവൾ എന്നെ തല്ലി, അവളോട് ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു. അതെ, അതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അതെ, വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അവൾക്കിട്ട് തല്ലിയിട്ട് കാര്യമില്ല, അവനിട്ട് കൊടുക്കണം. ആ സച്ചിക്കിട്ട്. സച്ചിക്കെന്താ അവൾക്ക് നോവും. അല്ല, ഇപ്പൊ എന്ത് ചെയ്യാനാ ഉദ്ദേശം എന്ന് ചോദിച്ചു. അതെന്ത് ചെയ്യണം ഞാൻ ഒന്ന് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇത്തിരി സമയം ആലോചിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അവന്റെ കാറിന്റെ ബ്രേക്ക് അഴിച്ചു വിടാം. അവൻ എവിടെയേലും പോയി വണ്ടി എടുത്തോണ്ട് പോയി എവിടെയേലും ഇടിച്ചു മറിഞ്ഞ് അവന്റെ കഥ കഴിഞ്ഞോളും. അവന്റെ കഥ കഴിഞ്ഞാൽ പിന്നെ അവളും ആ വഴിക്ക് പോയിക്കോളും. പിന്നെ അവളുടെ ശല്യം ഉണ്ടാകാൻ പോകുന്നില്ല. അല്ല, ഇതൊക്കെ നടക്കുവോ ആന്റണി സാറേ? നടക്കും. നടത്താനായിട്ട് ഒരാളുണ്ട് നമുക്ക്. അതിന് കാറിന്റെ കീയൊക്കെ ഇട്ടണ്ടേ, അതാ പറഞ്ഞത്. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു, ശ്രുതിയെ വിളിക്കുവാണ് ആന്റണി. അങ്ങനെ ശ്രുതി കോള് കണ്ടപ്പോ ഇത് ആന്റണി ആണല്ലോ, എന്താന്നൊക്കെ ഓർത്തോണ്ട് കോൾ എടുക്കണം. ഹലോ, പറഞ്ഞു ആന്റണി, എന്തായി സമയത്തെ? അതെ, എനിക്ക് നിന്റെ ഒരു സഹായം വേണം. സഹായം? എന്ത് സഹായം? അതെ, നീ ആ സച്ചിയുടെ കാറിന്റെ കീ കുറച്ച് സമയത്തേക്ക് എനിക്ക് എടുത്തു തരണം. അതെന്തിനാ ഇപ്പൊ സച്ചിയുടെ കാറിന്റെ കീ? ഒരാവശ്യമുണ്ട്, അത് വെച്ചിട്ട്. അല്ല, നിനക്ക് പറ്റില്ലെന്ന് ചോദിച്ചു. അല്ല, ആന്റണിക്ക് അറിയാലോ ഞാനിപ്പോ ആ വീട്ടിലല്ല, വേറെ താമസിക്കണം എന്നുള്ള കാര്യം. എടി, അതാ പറഞ്ഞത്. അവരോട് നിനക്ക് പ്രതികാരം ചെയ്യണ്ടേ? നിന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ കാരണം എന്താ? നിന്റെ അമ്മായിമ്മ എങ്ങനെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം സച്ചിയല്ലേ? അപ്പൊ സച്ചിയോട് പ്രതികാരം ചെയ്യണ്ടേ? പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാ. നിനക്ക് പറ്റില്ലെന്ന് ചോദിച്ചു. അല്ല, അതിപ്പോ ഞാൻ എങ്ങനെയാ അവിടെ കയറി എടുക്കുന്നത്? എടി, സച്ചി കീ കൊണ്ട് വെക്കുന്ന സ്ഥലം അറിയാൻ പാടില്ലേ? അറിയാം, പക്ഷെ അങ്ങനെ എടുക്കാൻ പറ്റുമോ? എനിക്ക് ആ വീട്ടിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. ഓ, അപ്പൊ നിനക്ക് പറ്റത്തില്ലല്ലേ? അല്ല ആന്റണി, അതെ, ആ നവീൻ ദാസ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് കേട്ടതും ഒന്ന് ഞെട്ടിപ്പോയി ശ്രുതി. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, ആന്റണി, നീ ആ കാറിന്റെ കീ എടുത്ത് തരുവാണെങ്കിൽ നവീൻ ദാസനെ ഞാൻ ഒതുക്കിക്കൊള്ളാം നേരത്തെ പോലെ. ഇനി അവൻ ശല്യപ്പെടുത്തി നിന്റെ അടുത്തേക്ക് വരത്തില്ല. അല്ലെങ്കിൽ പണം ചോദിച്ച് വീണ്ടും അവൻ നിന്റെ അടുത്തേക്ക് വരും. അത് പ്രശ്നമാവും. അയ്യോ ആന്റണി, ഞാൻ എങ്ങനെയെങ്കിലും അത് എടുത്തു തരാന്ന് പറഞ്ഞു. ശരി. ആന്റണി കോള് കട്ട് ചെയ്തു. ശ്രുതി ഇങ്ങനെ ആലോചിച്ച് എന്താ ചെയ്യണ്ടേ, എന്താ ഒരു പോംവഴി. ദൈവമേ, എങ്ങനെയെങ്കിലും എടുത്തല്ലേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ തനിക്ക് പണിയുമായിട്ട് ആ നവീൻ വരും. പിന്നീട് ആലോചിച്ചപ്പോൾ ഒരു ബുദ്ധി കിട്ടി. അത് മതി, അത് പ്രയോഗിക്കാം. അതൊക്കെ ഓർത്തോണ്ട് ശ്രുതി നേരെ അകത്തേക്ക് കയറി ഓടി. കുറച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ ശ്രുതി നേരെ ചെല്ലുന്ന ഭാമയെ കാണാനായിട്ടാണ്. അങ്ങനെ കൊളുമ്പലടിച്ച് ഭാമ പോയി കഥ തുറന്നു. ശ്രുതിയെ കണ്ടപ്പോൾ ചോദിച്ചു, നീ എന്തിനാ എങ്ങോട്ടേക്ക് വന്നേ? ആന്റി, എനിക്ക് ആന്റി ഒരു കാര്യം പറയണ്ട എന്ന് പറഞ്ഞ് കഥക് വലിച്ചടയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേനും കഥം തള്ളി തുറന്ന് ശ്രുതി അകത്തേക്ക് കയറി. ആന്റി, കഥ അടയ്ക്കില്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. വേണ്ട, ഒരക്ഷരം പോലും മിണ്ടിപ്പോയേക്കല്ല. നീ ഒരു ഒറ്റ ഒരുത്തി കാരണം ചന്ദ്രയുടെ മുന്നിൽ ഞാൻ എത്രമാത്രം നാണം കെട്ടെന്നറിയാവോ? നീ ഗർഭിണിയാന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പറ്റിച്ചു. ചന്ദ്ര എന്നെ കൊന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആന്റി, എനിക്ക് അങ്ങനെ കള്ളത്തരം പറയേണ്ടി വന്നു. എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ. ആന്റിയുടെ അടുത്തല്ലാതെ വന്ന് ഞാൻ ഇതൊക്കെ ആരോടാ പറയണേ? എനിക്ക് ആന്റി മാത്രമല്ലേ ഉള്ളൂ. വേണ്ട, നീ കൂടുതൽ എന്നെ സോപ്പിടുകയൊന്നും വേണ്ട. എനിക്കൊന്നും കേൾക്കണ്ട. ആന്റി, പ്ലീസ് ആന്റി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പൊ ആന്റിയുടെ എനിക്കൊരു സഹായം വേണം. ഒരു സഹായം നിനക്ക് ഞാൻ ചെയ്തു തരില്ല. ചെയ്തു തന്ന സഹായത്തിനൊക്കെ എന്റെ പൊന്നോ, നീ എനിക്ക് പ്രതിഫലം തന്നല്ലോ. ഇനി എന്നെ കൊണ്ടൊരു പ്രതീക്ഷിക്കില്ല. ആന്റി, അങ്ങനെ പറയരുത്. ആന്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് മരിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. അത് കേട്ടതും ഭാമയൊന്ന് ഞെട്ടി. പിന്നീട് ശ്രുതി ഉത്തരത്തിലേക്ക് ഇങ്ങനെ നോക്കുവാണ്. പെട്ടെന്ന് ഭാമയ്ക്ക് പേടിയായി. ഇനി ഇവൾ ഇന്നാള് പറഞ്ഞ പോലെ വല്ല ഫാലിലും കെട്ടി തൂങ്ങോ, അതോ ഈ വീട്ടിൽ തൂങ്ങുന്ന പറഞ്ഞിരിക്കുന്നേ? തന്നെ കുടിച്ചു കയറ്റാനുള്ള പണിയാന്ന് തോന്നേ. എന്താ, നിനക്ക് എന്ത് സഹായം വേണ്ടേ? നീ എന്ത് ആവശ്യപ്പെട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? ആന്റി, ആ സച്ചിയുടെ കാറിന്റെ കീ ഒന്ന് എടുത്തരോ? സച്ചിയുടെ കാറിന്റെ കീയോ? അതെന്തിനാ നിനക്ക്? നീ എന്താ പറയുക, ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നുണ്ടോ? അതല്ല ആന്റി. പിന്നെയോ? ആന്റി, അത് പിന്നെ അന്ന് ഞാനേ ഹോസ്പിറ്റലിലേക്ക് എന്നെ ചെക്കപ്പിന് കൊണ്ടുപോയില്ലേ? അന്ന് പോകുന്ന സമയത്ത് എൻ്റെ ഒരു ബാഗ് ഉണ്ടായിരുന്നു കാറിന്റെ ഡിക്കിക്കകത്ത്. അത് എടുത്തില്ല. ഞാൻ പെട്ടെന്ന് തിരികെ പോയി കഴിഞ്ഞപ്പോൾ എടുത്തില്ല. അപ്പൊ ആ ബാഗ് എടുക്കാൻ വേണ്ട. അത് സച്ചിയോട് ചോദിച്ചാ പോരെ? ഞാൻ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോ സച്ചി കാറിന്റെ അല്ല, സച്ചി ബാഗ് തരത്തില്ലെന്നാ പറഞ്ഞേ. കാരണം ഞാൻ കള്ളത്തരം പറഞ്ഞു പോലും. അപ്പൊ ആ കീ ഒന്ന് കിട്ടുവാണെങ്കിൽ ഞാൻ പെട്ടെന്ന് അത് എടുത്തിട്ട് കീ തന്നേക്കാം ആന്റിയുടെ കയ്യില്. അതെനിക്ക് കീ എവിടെ ഇരിക്കണം എന്ന് അറിയില്ലോ. ഞാൻ പറഞ്ഞ സ്ഥലം, കീ സ്ഥിരമായിട്ട് വെക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഒന്ന് കീ എടുത്ത് തന്നാൽ മതി, കുറച്ച് സമയം മതി. അതിനുശേഷം ഞാൻ കൊണ്ട് തന്നേക്കാം. ആന്റി അത് കൊണ്ട് വെച്ചോളാനൊക്കെ പറഞ്ഞു. അങ്ങനെ ഭാമയോട് കാര്യങ്ങളൊക്കെ പറയണം. ഭാമയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ബാഗ് എടുക്കാനാന്ന് മാത്രമേ ഭാമയ്ക്ക് അറിയുള്ളൂ. അതുകൊണ്ട് ഭാമയ്ക്ക് പ്രത്യേകിച്ച് സംശയം തോന്നിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വർഷം ഒരു പുസ്തകമൊക്കെ വായിച്ച് അങ്ങനെ ഹാളിലെ സെറ്റിയെ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോഴാണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതി പതുക്കെ പുസ്തകമൊക്കെ മൂത്തുനിരത്ത് മാറ്റി വെച്ചു. ആ സമയം രവീന്ദ്രൻ അങ്ങോട്ട് വന്നു. രവീന്ദ്രൻ വന്നിട്ട് മോളേന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേനും രേവതി, അയ്യോ അച്ഛ, പതുക്കെ. എന്താ?
വർഷ ഇപ്പൊ കിടന്ന് ഉറങ്ങിയത് ഉള്ളാന്ന് തോന്നേ. അവൾ പുസ്തകം വായിച്ചു. അയ്യോ, ഞാനത് ഓർത്തില്ല മോളെ എന്ന് പറഞ്ഞു. എന്താ അച്ഛാ, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. ഒന്നുമില്ല, സാരില്ല എന്ന് പറഞ്ഞു. ആ സമയത്താണ് ചന്ദ്രമതിയുടെ വരവ്. ഇതെന്താ ഇവള് ഈ സമയത്ത് കിടന്ന് ഉറങ്ങുന്നേ, ഇവളെന്ന് ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും രേവതി ഓടിപ്പോയി ചന്ദ്രമതിയുടെ വാ പൊത്തുവാണ്. എടി, നീ എന്റെ വാ പൊത്തുന്നോ? നീ എന്റെ വാ പൊത്താറായോ? അമ്മേ, ഇത്തിരി പതുക്കെ അച്ഛ ഒന്ന് പറഞ്ഞു കൊടുക്ക്. എന്റെ ചന്ദ്ര, നീ ഇങ്ങനെ ഒച്ചപ്പാട് വെക്കല്ലേ, അവളെ വിളിക്കരുത്. പിന്നെ വിളിച്ചാലോ, വിളക്ക് വെക്കുന്ന സമയത്താണോ ഇങ്ങനെ കിടക്കുന്നേ? എന്റെ അമ്മേ, അവളിപ്പൊ കിടന്നൊന്ന് മയങ്ങിയതേ ഉള്ളൂ, അവൾക്ക് ക്ഷീണം കാണും. പിന്നെ ക്ഷീണം, നീ അവളെ തലയെ കൊണ്ടു നടക്കുമല്ലേ? എന്റെ അമ്മ, ഇപ്പോഴല്ലേ തലയെ കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. അവൾ അങ്ങനെ ഒരു അവസ്ഥ കൂടെ അല്ലേ കടന്നു പോയിക്കൊണ്ടിരിക്കണേ. പിന്നെ അങ്ങനെ ഒരു അവസ്ഥ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. നാണം ഉണ്ടോടി നിനക്ക്? എപ്പോഴെങ്കിലും താഴെ വെക്കണം അവളെ നീ. എൻ്റെ അമ്മ, അമ്മ മിണ്ടാതിരിക്കോ, ഒച്ചപ്പാടും ബേളും ഉണ്ടാക്കല്ലേ, അവളൊന്ന് കിടന്ന് ഉറങ്ങിക്കോട്ടെ. രവീന്ദ്രൻ പറഞ്ഞു. അതെ, നീ എന്തിനാ ചന്ദ്രൻ ഇങ്ങനെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നേ? അവൾ എവിടെയെങ്കിലും സമാധാനമായിട്ടൊന്ന് കിടന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് കോളിംഗ് ബെല്ല് അടിക്കുന്നത്. എല്ലാവരും ഞെട്ടിപ്പോയി. ഒരു തവണയല്ല 2-3 വട്ടം തെരുതെരേന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശബ്ദം കേട്ടിഞ്ഞിട്ട് വർഷ കണ്ണു തുറന്നു. ദേ കിടക്കുന്നു. വർഷ കണ്ണു തുറന്നല്ലോ എന്ന് പറഞ്ഞു. വർഷയുടെ ഉറക്കം പോയി. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, കണ്ടില്ലേ, ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, കോളിംഗ് ബെല്ല് കേട്ടാ അവൾ ഉണർന്നാന്ന് പറഞ്ഞു. ആ സമയത്ത് രവീന്ദ്രൻ പോയി കഥ തുറന്നു കഴിഞ്ഞപ്പോൾ ഭാമയാണ് കയറി വരാൻ പറഞ്ഞു. അങ്ങനെ ഭാമ അങ്ങോട്ടേക്ക് വന്നിട്ട് വർഷയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, മോളെ, നിനക്ക് കുറച്ച് സീറ്റ്സ് ഒക്കെ ആയിട്ടേ വന്നാ, നീ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേ എന്നാ മോളെ എന്ന് പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു, ഭാമേ, കോളിംഗ് ബെല്ല് ഒരു തവണ അടിച്ചാൽ മതി കേട്ടോ, അതിങ്ങനെ തെരതെരേന്ന് അടിക്കേണ്ട കാര്യമില്ല. അയ്യോ, അത് പിന്നെ രവിയേട്ടാ കൈ വരച്ചിട്ടോ? അല്ല, അത് പിന്നെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എന്തോ ഒരു പരുങ്ങല് രേവതിക്ക് തോന്നി ഭാമയുടെ അരിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ. അപ്പോഴേക്കും വർഷ പറഞ്ഞു, അതെ, ഞാൻ അകത്തേക്ക് പോയി കിടന്നോട്ടെ, എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അതെന്താ, മോള് പോയിക്കൊള്ളാൻ ഭാമ പറഞ്ഞു. എങ്ങനെയെങ്കിലും ഇവിടെ ഇരുന്നേ മതിയാവുള്ളൂ, സച്ചിനെ കാണുന്നില്ലോ. അല്ല മോളെ, സച്ചി എന്തെന്ന് രേവതിയോട് ചോദിച്ചു. സച്ചേട്ടന് ഓട്ടം പോയേക്ക, എത്തിയില്ല. അല്ല, എപ്പോഴത്തേക്കായിരിക്കും എത്തുന്നേ? അതറിയില്ല, ചിലപ്പോൾ നേരത്തെ എത്തും, ചിലപ്പോൾ താമസിച്ച്. ചന്ദ്രമതി ചോദിച്ചു, നിനക്കെന്താടി സച്ചിയോട് ഇത്ത സ്നേഹം? അല്ല, സച്ചി ഇവിടെ ഉണ്ടെങ്കിലേ ഒരു സന്തോഷമല്ലേ? ഓ, അവനെ കാണുന്ന നിനക്ക് സന്തോഷമാണോ? അല്ല, അത് പിന്നെ. അപ്പോഴേക്കും രേവതി പറഞ്ഞു, സച്ചിയാണ് ഇത്തിരി കഴിയുമ്പോഴത്തേനും വരും ബാമാൻറ്റി, ഞാനൊരു കാര്യം അകത്തേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അകത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് ചന്ദ്രമതി ചോദിച്ചു, എന്താടി, നീ എന്താ വന്നേന്ന് ചോദിച്ചു. ഞാൻ വെറുതെ നിന്നെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാലെന്ന് കരുതി. അത് കേട്ട് കഴിഞ്ഞപ്പം ചന്ദ്രമതി പറഞ്ഞു, എനിക്ക് അങ്ങനെ തോന്നില്ലോ, നിന്റെ മുഖത്തെന്തൊരു വെപ്രാളം. ഒന്നുമില്ല, നീ എന്തിനാടി ഇപ്പൊ സച്ചിയെ കാണുന്നേ? അവനെ കണ്ടില്ലേ, നിനക്കെന്താ ഉറക്കം വരത്തില്ലേ? അതുകൊണ്ടൊന്നും അല്ല, വെറുതെ വരുന്ന ഇനിയിപ്പോ ഒന്ന് എന്തിനും പറയണല്ലോ എന്ന് ഓർത്ത് പറഞ്ഞാന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് അവിടേക്ക് സച്ചി വരുന്നത്. സച്ചി പെട്ടെന്ന് അകത്തേക്ക് കയറി വരുവാണ്. ഈ സമയത്ത് സുധിയും കൂടെ അങ്ങോട്ട് വന്നു. സുധി വന്നിട്ട് ഭാമയും കണ്ടു ചോദിച്ചു, അല്ല ആന്റി ശ്രുതിനെ അങ്ങനെ കാണാറുണ്ടോ? ഞാൻ കാണാറൊന്നുമില്ല. സച്ചി പറഞ്ഞു, അത് കള്ളത്തരമാണല്ലോ. ആന്റിയല്ലേ അവള് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ് ഇവിടെ വന്നേ, അപ്പൊ ആന്റിയോട് പറഞ്ഞിട്ടില്ലേ ആന്റി എവിടെ വന്ന് പറഞ്ഞത്? പിന്നെ ആന്റി ഇടയ്ക്ക് കാണാറുണ്ടെന്ന് തോന്നുന്നല്ലോ. അയ്യോ ഇല്ല സച്ചി, അങ്ങനെയൊന്നും ഇല്ല. അത് കേട്ടതും ചന്ദ്രമതിയോട്, അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ നിന്നെയും വെറുതെ വിടില്ല, അറിയാലോ, നിന്നെയും കൊന്നു കളയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭാമയും ഭീഷണിപ്പെടുത്തുവാണ്. ശ്രുതിയെ കുറിച്ച് കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് ഭയങ്കര വിഷമമായി. അവളെ കാണുന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ ശ്രുതി അങ്ങോട്ട് കയറിപ്പോയി. ആ സമയം രേവതി നേരെ അടുക്കളയിലേക്കും പോയി. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, എടാ, നിന്നെ കാണുമെന്ന് പറഞ്ഞിട്ട് ഭാമ ഇവിടെ ഇരിക്കുമായിരുന്നു. എന്നെ കാണുന്നു, അതെന്തിനാ? നിന്നെ കണ്ടുമ്പോ ഏതാണ്ട് സന്തോഷം കിട്ടുമെന്ന് പറയണേ. എന്താ ആന്റി പുതിയതായിട്ട് ഇത്? അല്ല, എന്നെ കണ്ടുമ്പോ സന്തോഷം കിട്ടുമെന്ന് പറഞ്ഞ് സോപ്പ് ഇടുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു കാരണം ഇല്ലാതിരിക്കില്ലല്ലോ. അങ്ങനെയൊന്നും ഇല്ല സച്ചി, ഞാനങ്ങോട്ട് വെറുതെ പറഞ്ഞെന്നുള്ളൂ. വെറുതെ ഒന്നുമല്ല, എന്തോ ഒരു കാരണമുണ്ട്. ഒന്നുമില്ല, പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എങ്കിൽ ശരി, നിങ്ങൾ സംസാരിച്ചിരിക്കാൻ പറഞ്ഞ് സച്ചി അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയത്ത് ചന്ദ്രമതി ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ട് തിരിയുവാണ്. ആ സമയത്ത് ഭാമ നോക്കിക്കഴിഞ്ഞപ്പം സച്ചി കൊണ്ട് കീ വെച്ചേക്കുന്നത് കണ്ടു. പെട്ടെന്ന് ഭാമ അതിന്റെ അടുത്തേക്ക് ചെന്നു. കീ കയ്യിലേക്ക് എടുക്കുമ്പോഴത്തേനും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുവാണ്. എന്താടീന്ന് ചോദിച്ചോണ്ട് ഒരു നിമിഷം ഭാമ ഞെട്ടി നിൽക്കുവാണ്, എന്ത് പറയണമെന്നറിയില്ലാതെ. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.